ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള 2021 1000 കറണ്ട് അഫയേഴ്സുകൾ ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യാം. പി എസ് സിക്ക് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മദിനം ആചരിച്ച ദിവസം 2021 ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മദിനം ആചരിച്ച ദിവസം 2021 ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികം 2021 മുതൽ ഏതു പേരിൽ ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? പരാക്രം ദിവസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികം 2021 മുതൽ ഏതു പേരിൽ ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? പരാക്രം ദിവസ്. കോവിഡ്-19 മഹാമാരി സൃഷ്ടിച്ച ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം? ബംഗ്ലാദേശ്. കോവിഡ്-19 മഹാമാരി സൃഷ്ടിച്ച ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ട്രെയിൻ? മിതാലി എക്സ്പ്രസ്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം വഹിച്ച ട്രെയിൻ? മിതാലി എക്സ്പ്രസ്. രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം? കൃണാൽ പാണ്ഡെ. രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം? കൃണാൽ പാണ്ഡെ. ഇന്ത്യൻ നാവികസേന 2021 കമ്മീഷൻ ചെയ്ത സമുദ്ര നിരീക്ഷണ ആണവ മിസൈൽ ട്രാക്കിംഗ് കപ്പൽ? INS ധ്രുവ്. ഇന്ത്യൻ നാവികസേന 2021 കമ്മീഷൻ ചെയ്ത സമുദ്ര നിരീക്ഷണ ആണവ മിസൈൽ ട്രാക്കിംഗ് കപ്പൽ? INS ധ്രുവ്. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനം? യോഗ. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനം? യോഗ. 2020-21 സീസണിലെ ഐ ലീഗ് ജേതാക്കളായ ഫുട്ബോൾ ക്ലബ്ബ്? ഗോകുലം കേരള FC. 2020-21 സീസണിലെ ഐ ലീഗ് ജേതാക്കളായ ഫുട്ബോൾ ക്ലബ്ബ്? ഗോകുലം കേരള FC. 2021 പത്മഭൂഷൺ ബഹുമതി നേടിയ വിദേശ നേതാവ്? ആംബെ ഷിൻസോ. 2021 പത്മവിഭൂഷൺ ബഹുമതി നേടിയ വിദേശ നേതാവ്? ആംബെ ഷിൻസോ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായ ഇന്ത്യക്കാരൻ? ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായ ഇന്ത്യക്കാരൻ? ജയ് ഷാ. 2021 മിസ് ഇന്ത്യ സൗന്ദര്യ റാണി പട്ടം സ്വന്തമാക്കിയ വനിത? മാനസ വാരാണസി. 2021 മിസ് ഇന്ത്യ സൗന്ദര്യ റാണി പട്ടം സ്വന്തമാക്കിയ വനിത? മാനസ വാരാണസി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ? വിജയ് സാപ്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ? വിജയ് സാപ്ല. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വന്ന സ്ഥലം? മൊട്ടേര, ഗുജറാത്തിൽ. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വന്ന സ്ഥലം? മൊട്ടേര, ഗുജറാത്തിൽ. വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായി ഇസ്രോ രൂപീകരിച്ച സ്ഥാപനം? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായി ഇസ്രോ രൂപീകരിച്ച സ്ഥാപനം? ന്യൂ സ്പേസ്
ഇന്ത്യ ലിമിറ്റഡ്. ഇസ്രോയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് മുഖേന വിക്ഷേപിച്ച ആമസോണിയ 1 ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതു രാജ്യത്തിൻ്റേതാണ്? ബ്രസീൽ. ഇസ്രോയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് മുഖേന വിക്ഷേപിച്ച ആമസോണിയ 1 ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതു രാജ്യത്തിൻ്റേതാണ്? ബ്രസീൽ. IPL താരലേലത്തിൽ എക്കാലത്തെയും വില കൂടിയ താരമായ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ക്രിസ് മോറിസ്. IPL താരലേലത്തിൽ എക്കാലത്തെയും വില കൂടിയ താരമായ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ക്രിസ് മോറിസ്. 2021 IPL ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം കൃഷ്ണപ്പ ഗൗതം. 2021 IPL ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം കൃഷ്ണപ്പ ഗൗതം. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസറായ മൊബൈൽ കമ്പനി വിവോ. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസറായ മൊബൈൽ കമ്പനി വിവോ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമായ കിങ്സ് 11 പഞ്ചാബിൻ്റെ പുതിയ പേര് പഞ്ചാബ് കിങ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമായ കിങ്സ് 11 പഞ്ചാബിൻ്റെ പുതിയ പേര് പഞ്ചാബ് കിങ്സ്. അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിംഗ് രംഗത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ NS വിശ്വനാഥൻ. അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിംഗ് രംഗത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ NS വിശ്വനാഥൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട വനിത ഷബ്നം ഉത്തർപ്രദേശിൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട വനിത ഷബ്നം ഉത്തർപ്രദേശിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ താരം ചേതൻ ശർമ്മ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ താരം ചേതൻ ശർമ്മ. അസോജം എൻ്റർപ്രൈസ് ഓഫ് ദ സെഞ്ച്വറി പുരസ്കാരം നേടിയ സ്ഥാപനം ടാറ്റ ഗ്രൂപ്പ്. അസോജം എൻ്റർപ്രൈസ് ഓഫ് ദ സെഞ്ച്വറി പുരസ്കാരം നേടിയ സ്ഥാപനം ടാറ്റ ഗ്രൂപ്പ്. ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സെഹത്. ജമ്മു കാശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സെഹത്. രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്കു റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ തണ്ണീർത്തടം സോക്കാർ ലഡാക്കിൽ. രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടം എന്ന നിലയ്ക്കു റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ തണ്ണീർത്തടം സോക്കാർ ലഡാക്കിൽ. കോവിഡിനെതിരെ 2 വാക്സിനുകൾക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം ഇന്ത്യ. കോവിഡിനെതിരെ 2 വാക്സിനുകൾക്ക് അനുമതി നൽകിയ ആദ്യ രാജ്യം ഇന്ത്യ. രാജ്യാന്തര ആസ്ട്രോനോട്ടിക്സ് അക്കാദമിയുടെ വോൺ കർമൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ശിവൻ. രാജ്യാന്തര ആസ്ട്രോനോട്ടിക്സ് അക്കാദമിയുടെ വോൺ കർമൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ശിവൻ. സുഹൃത്ത് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ തദ്ദേശ ഹ്രസ്വദൂര മിസൈൽ ആകാശ്. സുഹൃത്ത് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ തദ്ദേശ ഹ്രസ്വദൂര മിസൈൽ ആകാശ്. ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ
INS സിന്ധുവീർ. ഇന്ത്യൻ നാവികസേന അടുത്തിടെ മ്യാൻമറിന് കൈമാറിയ മുങ്ങിക്കപ്പൽ INS സിന്ധുവീർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം ലേ, ലഡാക്കിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം ലേ, ലഡാക്കിൽ. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ അത്യാധുനിക റെയിൽവേ കോച്ച് വിസ്താഡം കോച്ച്. വിനോദസഞ്ചാരം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ അത്യാധുനിക റെയിൽവേ കോച്ച് വിസ്താഡം കോച്ച്. തമിഴ്നാട്ടിലെ 38ാം ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം മയിലാടുതുറൈ. തമിഴ്നാട്ടിലെ 38ാം ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം മയിലാടുതുറൈ. ഇംഗ്ലണ്ടിലെ COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്നു പിന്മാറിയ രാഷ്ട്രത്തലവൻ ബോറിസ് ജോൺസൺ. ഇംഗ്ലണ്ടിലെ COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്നു പിന്മാറിയ രാഷ്ട്രത്തലവൻ ബോറിസ് ജോൺസൺ. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ എല്ലിസ്. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ എല്ലിസ്. ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം മൈത്രി സേതു. ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം മൈത്രി സേതു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്ന സ്റ്റേഷൻ ഹുമ്പള്ളി, കർണാടകത്തിൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്ന സ്റ്റേഷൻ ഹുമ്പള്ളി, കർണാടകത്തിൽ. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടി ടോയ്ക്കത്തോൺ. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടി ടോയ്ക്കത്തോൺ. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ശിവാലിക് മെർക്കൻറ്റൈൽ ബാങ്ക്, ഉത്തർപ്രദേശ്. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ശിവാലിക് മെർക്കൻറ്റൈൽ ബാങ്ക്, ഉത്തർപ്രദേശിൽ. 2021 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. 2021 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രോജക്റ്റ് നിലവിൽ വരുന്ന അണക്കെട്ട് ഓംകാരേശ്വർ ഡാം, നർമ്മദ നദിയിൽ, മധ്യപ്രദേശിൽ. ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രോജക്റ്റ് നിലവിൽ വരുന്ന അണക്കെട്ട് ഓംകാരേശ്വർ ഡാം, നർമ്മദ നദിയിൽ, മധ്യപ്രദേശിൽ. റിസർവ് ബാങ്കിൻ്റെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ NS വിശ്വനാഥൻ. റിസർവ് ബാങ്കിൻ്റെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ NS വിശ്വനാഥൻ. ലണ്ടൻ ആൻഡ് പാർട്ട്നേഴ്സ് തയ്യാറാക്കിയ ലോകത്ത് അതിവേഗം വളരുന്ന ടെക് നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരു. ലണ്ടൻ ആൻഡ് പാർട്ട്നേഴ്സ് തയ്യാറാക്കിയ ലോകത്ത് അതിവേഗം വളരുന്ന ടെക് നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരു. ഒരു പര്യടനത്തിൽ തന്നെ 3 ഫോർമാറ്റുകളിലും
ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം? ടി നടരാജൻ. ഒരു പര്യടനത്തിൽ തന്നെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം? ടി നടരാജൻ. ഐ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടിയ താരം? കൊമ്രോൺ ടൂർസനേവ്. ഐ ലീഗ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ നേടിയ താരം? കൊമ്രോൺ ടൂർസനേവ്. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം? ബാംഗ്ലൂരു. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഗവേഷണ വികസന യൂണിറ്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം? ബാംഗ്ലൂരു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ പിസ്റ്റൽ, അതായത് കൈത്തോക്ക്? അസ്മി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ പിസ്റ്റൽ? അസ്മി. വനിതകൾ നിയന്ത്രിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തിയ ഇന്ത്യൻ വിമാന കമ്പനി? എയർ ഇന്ത്യ. വനിതകൾ നിയന്ത്രിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തിയ ഇന്ത്യൻ വിമാന കമ്പനി? എയർ ഇന്ത്യ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ്? ഭാവന കാന്ത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ്? ഭാവന കാന്ത്. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ? പീയൂഷ് ഗോയൽ. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ? പീയൂഷ് ഗോയൽ. കർഷകർക്കു വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. കർഷകർക്കു വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 50,000 പോയിൻ്റ് പിന്നിട്ട ദിവസം? 2021 ജനുവരി 21. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വില സൂചികയായ സെൻസെക്സ് ചരിത്രത്തിലാദ്യമായി 50,000 പോയിൻ്റ് പിന്നിട്ട ദിവസം? 2021 ജനുവരി 21. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് നൽകാൻ തീരുമാനിച്ച പുതിയ പേര്? കമലം. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് നൽകാൻ തീരുമാനിച്ച പുതിയ പേര്? കമലം. വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ്? എപ്പിക്. വോട്ടർ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഡിജിറ്റൽ പതിപ്പ്? എപ്പിക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ്? വാഹ്രിയു ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ്? വാഹ്രിയു ബ്രിഡ്ജ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്ര ലഭിച്ച സൈനികൻ? കേണൽ സന്തോഷ് ബാബു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചു മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്ര ലഭിച്ച സൈനികൻ? കേണൽ സന്തോഷ് ബാബു. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ? വാസുകി. നീളം 3.5 കിലോമീറ്റർ. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ? വാസുകി. ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോ സർവീസ്? ഹലോ വോട്ടേഴ്സ്. ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോ സർവീസ്? ഹലോ വോട്ടേഴ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും 100 കോടി രൂപ പ്രതിഫലം നേടുന്ന ആദ്യ വിദേശ താരം? AB ഡിവിലിയേഴ്സ്, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും
100 കോടി രൂപ പ്രതിഫലം നേടുന്ന ആദ്യ വിദേശ താരം? AB ഡിവിലിയേഴ്സ്, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നഗരം? കൊൽക്കത്ത, ഹൂഗ്ലി നദിയിൽ. ഇന്ത്യയിലെ ആദ്യ ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന നഗരം? കൊൽക്കത്ത, ഹൂഗ്ലി നദിയിൽ. അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി? വാക്സിൻ മൈത്രി. അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി? വാക്സിൻ മൈത്രി. 2020-21 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായ സംസ്ഥാനം? തമിഴ്നാട്. 2020-21 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായ സംസ്ഥാനം? തമിഴ്നാട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ്? രഞ്ജി ട്രോഫി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ്? രഞ്ജി ട്രോഫി. ഓക്സ്ഫഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേൾഡ് ഓഫ് ദി ഇയർ ആയ വാക്ക്? ആത്മനിർഭർ. ഓക്സ്ഫഡ് ലാംഗ്വേജസ് 2020 ഹിന്ദി വേൾഡ് ഓഫ് ദി ഇയർ ആയ വാക്ക്? ആത്മനിർഭർ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർലെസ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർലെസ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? നിർമ്മല സീതാരാമൻ. 2021-22 കേന്ദ്ര ബജറ്റിൽ 74% വിദേശ നിക്ഷേപം പ്രഖ്യാപിച്ച മേഖല? ഇൻഷുറൻസ്. 2021-22 കേന്ദ്ര ബജറ്റിൽ 74% വിദേശ നിക്ഷേപം പ്രഖ്യാപിച്ച മേഖല? ഇൻഷുറൻസ്. പോഷകക്കുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ടു വയനാട് ഉൾപ്പെടെ 122 ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി? മിഷൻ പോഷൻ 2.0. പോഷകക്കുറവ് സംബന്ധിച്ച പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ടു വയനാട് ഉൾപ്പെടെ 122 ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി? മിഷൻ പോഷൻ 2.0. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ചൗരി ചൗര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതാര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ചൗരി ചൗര സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തതാര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ്? അയേഷ അസീസ്, 25 വയസ്സ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ്? അയേഷ അസീസ്, 25 വയസ്സ്. ഇന്ത്യയിൽ ഈ കാബിനറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഈ കാബിനറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന നഗരം? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന നഗരം? ചെന്നൈ. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? സന്ദേശ്. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? സന്ദേശ്. നക്സൽ ബാധിത മേഖലകളിൽ ഓപ്പറേഷനുകൾക്കായി വനിതാ കമാൻഡോ സംഘത്തെ നിയമിച്ച CRPFൻ്റെ പ്രത്യേക സേനാ വിഭാഗം? കോബ്ര ഫോഴ്സ്. നക്സൽ ബാധിത മേഖലകളിലെ ഓപ്പറേഷനുകൾക്കായി വനിതാ കമാൻഡോ സംഘത്തെ നിയമിച്ച CRPFൻ്റെ പ്രത്യേക സേനാ വിഭാഗം? കോബ്ര ഫോഴ്സ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51ാമത്തെ കടുവാ സങ്കേതം? ശ്രീവില്ലിപുത്തൂർ മേഘമല കടുവാ സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ 51ാമത്തെ കടുവാ സങ്കേതം? ശ്രീവില്ലിപുത്തൂർ മേഘമല കടുവാ സങ്കേതം.
ട്വിറ്റർ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ക്യൂ ആപ്പ്. ട്വിറ്റർ മാതൃകയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ക്യൂ ആപ്പ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മല്ലികാർജുൻ ഖാർഗെ. 2021 DRDO നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്കു കൈമാറിയ യുദ്ധ ടാങ്കർ അർജുൻ MK-1A. 2021 DRDO നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്കു കൈമാറിയ യുദ്ധ ടാങ്കർ അർജുൻ MK-1A. ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ലോകത്തെ ആദ്യ ബൗളർ രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ലോകത്തെ ആദ്യ ബൗളർ രവിചന്ദ്രൻ അശ്വിൻ. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ രഹിത ട്രെയിൻ സംവിധാനം നടപ്പാക്കിയ മെട്രോ ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ രഹിത ട്രെയിൻ സംവിധാനം നടപ്പാക്കിയ മെട്രോ ഡൽഹി മെട്രോ. 2021 പുറത്തിറക്കിയ CRPFൻ്റെ ചരിത്രമടങ്ങിയ പുസ്തകം രാഷ്ട്രപഥം. 2021 പുറത്തിറക്കിയ CRPFൻ്റെ ചരിത്രമടങ്ങിയ പുസ്തകം രാഷ്ട്രപഥം. മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് നർമ്മദാപുരം. 2021 ഖേലോ ഇന്ത്യ ദേശീയ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ് ജമ്മു കാശ്മീരിൽ. 2021 ഖേലോ ഇന്ത്യ ദേശീയ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ് ജമ്മു കാശ്മീരിൽ. ഇന്ത്യൻ കമ്പനിയായ മോഡേൺ ഫുഡ്സിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ച മെക്സിക്കൻ ഫുഡ് കമ്പനി ഗ്രുപ്പോ ബിംബോ. ഇന്ത്യൻ കമ്പനിയായ മോഡേൺ ഫുഡ്സിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ച മെക്സിക്കൻ ഫുഡ് കമ്പനി ഗ്രുപ്പോ ബിംബോ. 2021 സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി 50 നിന്ന് 60 ഉയർത്തിയ സംസ്ഥാനം തമിഴ്നാട്. 2021 സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി 50-60 ഉയർത്തിയ സംസ്ഥാനം തമിഴ്നാട്. ജമ്മു കാശ്മീരിലെ കത്രയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം ചെനാബ് പാലം 1178 അടി ഉയരം. ജമ്മു കാശ്മീരിലെ കത്രയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം ചെനാബ് പാലം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏക വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏക വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയ ഡയറക്ടർ, അതായത് CBIയുടെ സുബോധ് കുമാർ ജയ്സ്വാൾ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയ ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ. ഊർജ മേഖലയിലെ ഗവേഷണത്തിനുള്ള നൊബേൽ സമ്മാനമെന്ന് അറിയപ്പെടുന്ന ഈനി അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ പ്രൊഫസർ CNR റാവു. ഊർജ മേഖലയിലെ ഗവേഷണത്തിനുള്ള നൊബേൽ സമ്മാനമെന്ന് അറിയപ്പെടുന്ന ഈനി അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ പ്രൊഫസർ CNR റാവു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജനിതക മാറ്റം വരുത്തിയ റബ്ബർ തൈ പരീക്ഷണാടിസ്ഥാനത്തിൽ തോട്ടത്തിൽ പരീക്ഷിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ, ആസാമിൽ. ജനിതക മാറ്റം വരുത്തിയ റബ്ബർ തൈ പരീക്ഷണാടിസ്ഥാനത്തിൽ തോട്ടത്തിൽ പരീക്ഷിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ, ആസാമിൽ. ഒളിമ്പിക്സിനുള്ള A ലെവൽ യോഗ്യതാ മാർക്ക് കടക്കുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരം സജൻ പ്രകാശ്.
ഒളിമ്പിക്സിനുള്ള എ ലെവൽ യോഗ്യതാ മാർക്ക് കടക്കുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരം സജൻ പ്രകാശ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സൃഷ്ടിച്ച വനിതാ ക്രിക്കറ്റർ ഷെഫാലി വർമ്മ, 17 വയസ്സ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സൃഷ്ടിച്ച വനിതാ ക്രിക്കറ്റർ ഷെഫാലി വർമ്മ. ഗ്രാമീണ വികസനത്തിലൂന്നിയുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ്. ഗ്രാമീണ വികസനത്തിനൂന്നിയുള്ള മാധ്യമപ്രവർത്തനത്തിനു ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവ ഫോർമുല വഹിക്കാൻ കെൽപ്പുള്ള അഗ്നി മിസൈലിനെ പരിഷ്കരിച്ച പതിപ്പ് അഗ്നി പ്രൈം. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവ ഫോർമുല വഹിക്കാൻ കെൽപ്പുള്ള അഗ്നി മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് അഗ്നി പ്രൈം. ഇസ്രോയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം നടന്ന ദിവസം 2021 ഫെബ്രുവരി 28. ഇസ്രോയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം നടന്ന ദിവസം 2021 ഫെബ്രുവരി 28. ഇസ്രോയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യമായ PSLV-C-51 വിക്ഷേപിച്ച സ്പേസ് സ്റ്റേഷൻ ശ്രീഹരിക്കോട്ട. ഇസ്രോയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യമായ PSLV-C-51 വിക്ഷേപിച്ച സ്പേസ് സ്റ്റേഷൻ ശ്രീഹരിക്കോട്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും 25,000 ഇന്ത്യൻ പൗരന്മാരുടെ പേരുകളും സഹിതം വിക്ഷേപണം നടത്തിയ ചെറു ഉപഗ്രഹം സതീഷ് ധവാൻ സാറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും 25,000 ഇന്ത്യൻ പൗരന്മാരുടെ പേരുകളും സഹിതം വിക്ഷേപണം നടത്തിയ ചെറു ഉപഗ്രഹം സതീഷ് ധവാൻ സാറ്റ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പലുകളുടെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹം സിന്ധു നേത്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പലുകളുടെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹം സിന്ധു നേത്ര. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻ്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ താരം പൃഥ്വി ഷാ, 227 റൺസ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻ്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ താരം പൃഥ്വി ഷാ, 227 റൺസ്. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം പൃഥ്വി ഷാ, 227 റൺസ്. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം പൃഥ്വി ഷാ, 227 റൺസ്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.